ഞാനൊരു കഥ പറയാം. ഒരു ഗുണപാഠ കഥ. ഈ കഥ മിക്കവാറുമുള്ള എല്ലാവർക്കും അറിയാവുന്ന കഥയായിരിക്കും. ഈ കഥയിലെ നായകൻ ശ്രീരാമകൃഷ്ണ പരമഹംസറാണോ ശ്രീനാരായണ ഗുരുവാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം രണ്ടുപേരുടെയും പേരുകൾ വച്ച് ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സംശയം എനിക്ക് വന്നത്. നായകൻ ആരാണെന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല. അതുകൊണ്ട് ഗുരു എന്ന പേരിൽ തന്നെ ഞാൻ ആ കഥ പറയാം. ഒരിക്കൽ ഗുരുവിനെ തേടി ഒരു സ്ത്രീയും അവരുടെ മകനും വന്നു. മകന് ഒരു ദുശ്ശീലമുണ്ടെന്നും ആ ദുശ്ശീലം മാറാൻ ഗുരു അവന് ഉപദേശം നൽകണം എന്നുള്ള ആവശ്യവുമായാണ് ആ മാതാവ് മകനെയും കൂട്ടി അദ്ദേഹത്തെ കാണാനെത്തിയത്. അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിച്ചു. എന്താണ് ദുശ്ശീലം എന്ന് ചോദിച്ചു. മകൻ അമിതമായി പഞ്ചസാര കഴിക്കുന്നു. ഇതാണ് അമ്മ പറഞ്ഞ ദുശ്ശീലം. പഞ്ചസാര അമിതമായി കഴിക്കുന്നത് പ്രശ്നം തന്നെയാണ്. കൊച്ചുകുട്ടികളാകുമ്പോൾ സ്വാഭാവികമായും പഞ്ചസാര കണ്ടാൽ കഴിച്ചു പോകും. ഈ കുട്ടിക്ക് അങ്ങനെ ഒരു ദുശ്ശീലമുണ്ട്, അത് മാറ്റി കൊടുക്കണം എന്ന കാര്യമാണ് ഗുരു ചെയ്യേണ്ടത്. എന്നാൽ ഗുരു ആ മാതാവിനോട് പറഞ്ഞത്, നിങ്ങൾ പോയിട്ട് അടുത്തയാഴ്ച വരൂ എന്നാണ്. ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് അവർ തിരിച്ചുപോയി. അടുത്തയാഴ്ച വീണ്ടും മകനെയും കൂട്ടി അവർ എത്തി. ഈ ഗുരു മകനെ അടുത്ത് പിടിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. തെറ്റ് മനസ്സിലാക്കിയ കുട്ടി, അതായത് താൻ ചെയ്യുന്നത് ദുശ്ശീലമാണെന്ന് മനസ്സിലാക്കിയ കുട്ടി ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് ഗുരുവിന് ഉറപ്പ് കൊടുത്തു. മാതാവിന് സന്തോഷമായി. രണ്ടുപേരും ഗുരുവിനെ വന്ദിച്ച് തിരിച്ചു പോകാൻ ഇറങ്ങി. ആ സമയത്താണ് ആ അമ്മ ഗുരുവിനോട് ആ ചോദ്യം ചോദിക്കുന്നത്. ഗുരു, കഴിഞ്ഞ ആഴ്ച ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ ഗുരു അടുത്ത ആഴ്ച വരാനാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ കുഞ്ഞിന് ഉപദേശവും നൽകി. ഈ ഉപദേശം എന്തുകൊണ്ടാണ് അങ്ങ് കഴിഞ്ഞയാഴ്ച നൽകാത്തത്? ചോദ്യം കേട്ട് ഗുരു ഒന്ന് ചിരിച്ചു. എന്നിട്ട് ആ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുക്കൽ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി വന്നപ്പോൾ ഞാൻ ആ കുഞ്ഞു ചെയ്യുന്ന അതേ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് എനിക്കും ഈ പഞ്ചസാര കഴിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അങ്ങനെയുള്ള എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ഉപദേശിക്കുവാൻ യോഗ്യതയില്ല. ഞാൻ നിങ്ങളോട് പോയിട്ട് ഈ ആഴ്ച വരാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാൻ എൻ്റെ ആ ദുശ്ശീലം മാറ്റിയെടുത്തു. ഇപ്പോൾ എനിക്ക് ആ ദുശ്ശീലമില്ല. അതുകൊണ്ട് ധൈര്യപൂർവ്വം എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ഉപദേശിക്കാം. അതുകൊണ്ടാണ് ഇത്തവണ ഞാൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇതായിരുന്നു ഗുരുവിൻ്റെ മറുപടി. ഈ കഥ ഞാനിവിടെ പറയുന്നതിന് മുൻപ് നിങ്ങളിൽ പലരും ഇത് കേട്ട് കാണും. നമ്മുടെ വായ്മൊഴി വഴക്കങ്ങളിൽ പറഞ്ഞു വരുന്ന വളരെ മനോഹരമായ ഒരു കഥയാണ്. അതായത് ഈ കഥയിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ വിമർശിക്കുമ്പോൾ എന്തു കാര്യത്തിനാണോ നമ്മൾ വിമർശിക്കുന്നത് ആ കാര്യത്തിൽ നമ്മൾ വിമർശനത്തിന് അതീതരായിരിക്കണം എന്നുള്ളതാണ്. അതായത് അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് തോന്നുമ്പോൾ ആയിരിക്കുമല്ലോ നമ്മൾ വിമർശിക്കുന്നത്. അപ്പോൾ വിമർശിക്കുന്ന നമ്മൾ ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആകരുത് എന്ന്. ഇതൊരു സാധാരണ തിയറിയാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന തിയറി. ഈ കഥയിൽ പറയുന്ന ഗുരു മാത്രമല്ല, നമ്മളായിരുന്നാലും നമ്മുടെ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ യോഗ്യതയില്ലാത്ത കാര്യങ്ങൾക്ക് ഉപദേശിക്കാൻ പോകാറില്ല. പോകുന്നവരുണ്ട്. കൂടുതൽ പേരും അങ്ങനെയൊരു കള്ളത്തരം നടത്താത്തവരാണ്. ഇനിയാണ് ഞാൻ കാര്യം പറയാൻ പോകുന്നത്. കാര്യം പറയുന്നതിന് മുൻപ് നിങ്ങളൊരു ചെറിയ വീഡിയോ ഒന്ന് കാണണം. ഒരു വശത്ത് 28 പേരെ കൊലപാതകം നടക്കുമ്പോ ഇവിടെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ആഹ്ലാദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരാളുടെ മരണം നടന്നാൽ നമ്മൾ ആ ചടങ്ങ് കഴിയുന്നവരെ നമ്മളെല്ലാം മംഗളകർമ്മങ്ങളും മാറ്റിവെക്കും. അതാണ് നമ്മുടെ സംസ്കാരം. ഇവിടെ മിനിയാന്ന് മരണം നടന്ന് അവരുടെ മൃതദേഹങ്ങൾ പട്ടടയിൽ അടങ്ങുന്നതിന് മുൻപേ തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന ഓഫീസ് എന്നുള്ള നിലയിൽ 9 നില കെട്ടിടം, ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയ ആഘോഷം നടത്തിയ ആളുകളുടെ കൂറ് ഈ നാട്ടിലെ ജനങ്ങളോടാണോ അതോ ഇപ്പോഴും ആ പാകിസ്ഥാനെ പിന്തുണച്ച അതേ സമീപനമാണോ CPM-നുള്ളത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ B. മുരളീധരനാണ് ഇപ്പോൾ സംസാരിച്ചത് എന്ന് എല്ലാവർക്കും വ്യക്തമായല്ലോ. ഈ പറഞ്ഞത് തിരുവനന്തപുരത്ത് CPM-ന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയതിനെ പറ്റിയാണ്. നമ്മുടെ രാജ്യത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണം, വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ എന്തൊക്കെ വിയോജിപ്പുകളും വിമർശനങ്ങളും ഉണ്ടെങ്കിലും അത് നമ്മൾ ഏവരെയും ഞെട്ടിച്ചൊരു വിഷയം തന്നെയാണ്. കാരണം ഒരു കൂട്ടം കൊലയാളികളായ വ്യക്തികൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറി നിരപരാധികളായ ഒരു കൂട്ടം ആൾക്കാരെ വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ, അതും പരസ്യമായ മത തീവ്രവാദത്തിൻ്റെ ലക്ഷണങ്ങൾ കാട്ടിക്കൊണ്ട് കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഭീകരത തന്നെയാണ് നമ്മുടെ മനസ്സിനെ ഇപ്പോൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നടന്നത് 2 ദിവസം മുൻപാണ്. അതായത് ഏപ്രിൽ 23-ന്.
മുൻ നിശ്ചയിച്ച പ്രകാരമാണ് ഉദ്ഘാടനം നടന്നത്. നേരത്തെ ഈ ഉദ്ഘാടനം സംബന്ധിച്ച് ഒട്ടേറെ വിവാദങ്ങളുണ്ടായിരുന്നു. അന്ന് 10-ാം ഉദയമാണ്. CPM 10-ാം ഉദയം നോക്കിയാണ് ഉദ്ഘാടനം വച്ചത് എന്ന രീതിയിൽ ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ആരോപണം വന്നു എന്ന് പറഞ്ഞ് CPM ഉദ്ഘാടനം ഒന്നും മാറ്റിവച്ചില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞതോടെ അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിവാദങ്ങളാണ് ഉയർന്നത്. CPM അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബിയെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് നിർവഹിച്ചു എന്ന തരത്തിൽ ഒരു വാദമുയർന്നു. അതിനിടയിലാണ് നമ്മൾ ഇപ്പോൾ കണ്ട വീഡിയോ, അതായത് B. മുരളീധരൻ പ്രസംഗിക്കുന്ന വീഡിയോ എത്തിയത്. അതിൽ B. മുരളീധരൻ പറയുന്നത് ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ CPM അവരുടെ സംസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടത്തി എന്നുള്ളതാണ്. സാധാരണക്കാരായവർക്ക് ഒന്ന് ആലോചിച്ചാൽ ഈ പറയുന്ന കാര്യത്തിൽ ശരിയുണ്ടെന്ന് ചിലപ്പോൾ തോന്നും. ഇത് നേരത്തെ തീരുമാനിച്ച ഉദ്ഘാടനമാണ്, വേണമെങ്കിൽ മാറ്റിവയ്ക്കാം എന്നൊക്കെയുള്ള വാദങ്ങൾ രണ്ട് കൂട്ടരും ഉയർത്തും. പക്ഷേ ഇവിടെ മുരളീധരൻ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. പുള്ളിക്കാരൻ പറയുന്നതിൽ പ്രധാന പോയിന്റ് അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരാളുടെ മരണം നടന്നാൽ നമ്മൾ ആ ചടങ്ങ് കഴിയുന്നവരെ നമ്മളെല്ലാ മംഗളകർമ്മങ്ങളും മാറ്റിവെക്കും. അതാണ് നമ്മുടെ സംസ്കാരം. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ നമ്മൾ ആ ചടങ്ങ് കഴിയുന്നത് വരെ നമ്മുടെ വീട്ടിലെ എല്ലാ മംഗളകർമ്മങ്ങളും മാറ്റിവെക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പോയിന്റാണ്. അങ്ങനെ ആവണം. കാരണം നമ്മൾ ഒരിക്കലും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചുകൂടാ. കുടുംബക്കാർ മരിച്ചു കിടക്കുമ്പോഴാണ് അവൻ്റെ ഒരു നൂലുകെട്ട് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചാൽ അതിൻ്റെ മോശം നമ്മൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യം B. മുരളീധരൻ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ് എന്ന് തന്നെ നമുക്ക് വയ്ക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഏപ്രിൽ 24-ന് B. മുരളീധരൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണിത്. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: BJP കടയ്ക്കാവൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി പൂളത്തുമൂട് മണികണ്ഠൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സംബന്ധിച്ച് കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു. പുതിയ വീട്ടിൽ സർവ്വ സന്തോഷങ്ങളും നേരുന്നു. ശ്രദ്ധിക്കണം, B. മുരളീധരൻ്റെ പോസ്റ്റാണ്. മുരളീധരൻ ചടങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളും പുള്ളിക്കാരൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വിവാഹം, വിവാഹ നിശ്ചയം, മോതിരം കൈമാറ്റം, വീടിൻ്റെ പാലുകാച്ച്, വീടിന് തറക്കല്ലിടൽ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മംഗളകർമ്മങ്ങൾ തന്നെയാണ്. ഇപ്പോൾ വീടിൻ്റെ പാലുകാച്ച് നടത്തിയിട്ട് ഞാനിത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസമായിരുന്നു എന്ന് ഏതെങ്കിലും വീടിൻ്റെ ഉടമ പറയുമോ? ഒരിക്കലും പറയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. അത് പൂർത്തിയാക്കുന്ന ദിവസം, അതിൻ്റെ പേരിൽ നാട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ആ ദിവസം അദ്ദേഹത്തെ സംബന്ധിച്ച് മംഗള ദിവസം തന്നെയാണ്. അതൊരു മംഗളകർമ്മം തന്നെയാണ്. നാട്ടുകാരെ സംബന്ധിച്ചും മംഗളകർമ്മം തന്നെയാണ്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം B. മുരളീധരൻ പങ്കെടുത്ത ഈ പാലുകാച്ച് ചടങ്ങ് മംഗളകർമ്മം തന്നെയാണോ അതോ അല്ലയോ? ഇനി മംഗളകർമ്മമാണെങ്കിൽ എന്തിന് രാജ്യത്ത് ഇത്തരത്തിലൊരു വലിയ വിഷയം നടക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി ആയിരുന്ന വ്യക്തി ഈ മംഗളകർമ്മത്തിൽ പങ്കെടുത്തു? CPM ഒരു മംഗളകർമ്മം ചെയ്തു എന്നാണല്ലോ പുള്ളിക്കാരൻ വിമർശിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്തോ? പണ്ടാരോ പറഞ്ഞതുപോലെ നമ്മളിടുമ്പോൾ നിക്കർ, നിങ്ങളിടുമ്പോൾ ബെർമുഡ എന്ന തിയറിയാണോ താങ്കൾ പിന്തുടരുന്നത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, B. മുരളീധരനും അദ്ദേഹം പങ്കെടുത്ത ചടങ്ങ് ഒരു മംഗളകർമ്മമായിട്ട് തോന്നിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ട ചില BJP പ്രവർത്തകർക്കും അത് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് കീഴേ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അതിലൊരു കമൻറ്റ് ഇങ്ങനെയാണ്: സന്തോഷം കുറച്ച് നീട്ടി വയ്ക്കാമായിരുന്നു, 29 പേരാണ് മരിച്ചത്. ഇനി മറ്റൊരു കമൻറ്റ്: 29 പേര് മരിച്ചു കിടക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു സന്തോഷം. അധികാരവും പണവും കണ്ടപ്പോൾ സംഘം പിന്നിട്ട കനൽ വഴികളെല്ലാം മറക്കുന്ന ഇദ്ദേഹത്തെ ഓർത്ത് ലജ്ജിക്കുന്നു. മഹാനായ ഗുരുജി തന്നെ എഴുതി വച്ചിട്ടുണ്ട്, അധികാരവും പണവുമാണ് സംഘത്തിൻ്റെ നാശത്തിൻ്റെ തുടക്കമെന്ന്. ഈ പറഞ്ഞ കമൻറ്റിൽ ചില വാക്കുകൾ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. സ്വന്തം പാർട്ടിക്കാർ തന്നെ ഈ ഒരു കർമ്മത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പുള്ളിക്കാരനെ വാരിയിട്ട് അലക്കുന്ന കാഴ്ചയാണ് അവിടെ പുള്ളിക്കാരൻ്റെ പോസ്റ്റ് ചെന്നാൽ കാണാൻ കഴിയുന്നത്. ഈ നടന്നത് B. മുരളീധരൻ ഒരു മംഗളകർമ്മമായിട്ട് തോന്നിയില്ല എങ്കിലും മറ്റുള്ളവർക്ക്, അതായത് BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് അതൊരു മംഗളകർമ്മം തന്നെയാണെന്ന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം തന്നെയാണ് ആ പോസ്റ്റിന് കീഴേ വരുന്ന കമൻറ്റുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകുമ്പോൾ നമ്മൾ ഉപദേശം നടത്താൻ അർഹനാണോ എന്ന് ആദ്യം ചിന്തിക്കണം. എന്നിട്ട് പോയി ജനങ്ങളുടെ മുന്നിൽ ചെന്ന് പ്രസംഗിക്കണം. ആൾക്കൂട്ടം കാണുമ്പോൾ ആവേശം വരുന്ന ചിലരുണ്ട്. പ്രധാനമായും നമ്മുടെ തൃശ്ശൂർ MPയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി. മുന്നിൽ ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഒരു പിടുത്തവുമില്ലാത്ത വ്യക്തിയാണ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, സുരേഷ് ഗോപി മാത്രമല്ല ഈ കൂട്ടത്തിലുള്ളത്.
മുരളീധരനും ഇത്തരത്തിൽ മുന്നിലിരിക്കുന്ന പ്രവർത്തകരെ കാണുമ്പോൾ ആവേശം കൂടുന്ന ആൾ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇത്രത്തോളം വലിയ മണ്ടത്തരം ചെയ്തിട്ട് ആ മണ്ടത്തരം പരസ്യമായി വിളിച്ചു പറയുമോ? ഇത് കേൾക്കുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ചെയ്തത് ശരിയാണോ? ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുത്തതിന് മറ്റുള്ളവരെ വിമർശിക്കുക, എന്നിട്ട് പോയി മറ്റൊരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കുക, അത് ഒരു ഉളുപ്പുമില്ലാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ നാട്ടുകാരെ അറിയിക്കുക. നിലവിലെ സാഹചര്യത്തിൽ ഈ പറഞ്ഞത് ഒരു വല്ലാത്ത കഴിവ് തന്നെയാണ്. വി മുരളീധരനെ പോലെയുള്ള ആൾക്കാർക്ക് മാത്രം സാധ്യമാകുന്ന കഴിവ്.